ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ്. എല്ലാവരും പലതരത്തിലുള്ള മീൻകറി ചെയ്യാറുണ്ട്, ഞാനും പലതരം മീൻകറി ചെയ്യാറുണ്ട്. അതിലൊരെണ്ണമാണ് കേട്ടോ ഇത്. നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. അതിനുശേഷം അതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ കൈവച്ച് നല്ലപോലെ തിരുമ്മി കൊടുക്കണം. പച്ചമുളക് ഇടാൻ പറ്റാത്തവർ ഇടണ്ട കേട്ടോ. ഇങ്ങനെ തിരുമ്പുന്ന സമയത്ത് കൈ നീറുന്നൊക്കെ പ്രശ്നം ചിലവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവർ പച്ചമുളക് ഇട്ട് തിരുമ്പേണ്ടത് പിന്നെ ഇട്ടാൽ മതി. ഇങ്ങനെ തിരുമ്പെന്ന് കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ മീൻകറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൈ വെച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ഒഴിച്ചോളൂ കേട്ടോ. അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. അങ്ങനെ അടുപ്പിൽ വെക്കുക, നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിയല്ല, തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞുണ്ടാവും കൈ വെച്ച് തിരുമ്പുമ്പോൾ തന്നെ. പിന്നെ ഒന്ന് തിളച്ചാൽ തന്നെ തക്കാളി ഉടയും. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ അരച്ചാണ് നമ്മൾ ഈ ഒരു കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കയ്യിൽ വെച്ച് നല്ലൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പുളി. നേരത്തെ ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പുളി തിരുമ്പി അതിലൊഴിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ചിരകി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളാണ്, കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് മീൻ വെച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്തേൻ്റെ ബാക്കിയുള്ള വാൽ കഷ്ണങ്ങളും തലക്കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ മീനും നല്ലപോലെ വെന്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ തേങ്ങ വറുത്തെടുക്കുക. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിലെടുക്കുമ്പോൾ മീൻകറി വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ നമുക്ക് നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മീൻ വെന്തതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒപ്പം വെക്കുന്ന കറിയും ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ മീൻകറി എല്ലാം കൂടെ തേങ്ങയും കൂടെ ഒപ്പിട്ടിട്ട് വെക്കുന്നുണ്ട്. അത് വേറെ ടേസ്റ്റാണ്. എല്ലാ കറിക്കും വേറെ വേറെ ടേസ്റ്റാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ വെന്തപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചില ആൾക്കാർ തേങ്ങ ഒഴിച്ച് പെട്ടെന്ന് തന്നെ കറി ഓഫ് ചെയ്യുന്നവരുണ്ടായിരിക്കും തിളയ്ക്കുന്നതിന് മുൻപേ. പക്ഷേ മീൻ കറി ഉണ്ടാക്കുമ്പോൾ മീനിൽ നമ്മൾ ഈ ഒരു തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നല്ല തിളപ്പിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു തേങ്ങയൊക്കെ വെന്ത് നല്ല അടിപൊളി കറിയാവുള്ളൂ. നമ്മൾ മുരിങ്ങയുടെ ഇല കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ തിളയ്ക്കുന്നതിന് മുൻപ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില കറികൾ അങ്ങനെയാണ്. ചില കറികളിൽ മാറ്റം വരുത്തേണ്ടി വരും. തേങ്ങ പിരിഞ്ഞ് പോകുമെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഈ കറി ഒന്നുകൂടി തിളയ്ക്കണം കേട്ടോ. നല്ല തിളച്ചതിന് ശേഷം മാത്രം കറി ഓഫ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.